നമുക്ക് വെരിക്കോസ് വെയിനിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് അത് നമുക്ക് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് പ്രതിവിധി? വെരിക്കോസ് വെയിനെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ താഴെ ഭാഗത്തു നിന്നും രക്തം തിരിച്ച് മുകളിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം. ആ സംവിധാനം പ്രവർത്തിക്കുന്നത് വാൽവുകളുടെ സഹായത്തോടെയാണ്. ഹൃദയത്തിലെ വാൽവ് ഇത് രണ്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഈ വാൽവുകൾ മുകളിലോട്ട് വരുന്ന ബ്ലഡിനെ അവിടെ തന്നെ നിൽക്കാനായി വാൽവുകൾ അടയുന്നു. അപ്പോൾ ഓരോ തവണയും നമ്മൾ ശ്വാസം പുറത്തോട്ട് വിടുന്ന ഒരു നെഗറ്റീവ് സെക്ഷൻ പ്രഷർ കൊണ്ട് ബ്ലഡ് മുകളിലോട്ട് കയറി വരുന്ന സമയത്ത് വാൽവ് തുറന്ന് അപ്പോൾ തന്നെ അടയുന്നു. ഈ വാൽവുകൾ അടയാതെ വരുന്ന അസുഖമാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നം, ബ്ലഡ് താഴെ കുറച്ച് സമയത്തേക്ക് പൂൾ ചെയ്ത് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ രോഗിക്ക് കാലിൻ്റെ ആ ഭാഗങ്ങളിൽ കട്ടുകഴപ്പുണ്ടാവും, നിൽക്കുമ്പോൾ ഇരിക്കണമെന്ന് തോന്നും, നിറവ്യത്യാസം വരും, ചൊറിച്ചിലുണ്ടാവും. ഏറ്റവും അവസാന കോംപ്ലിക്കേഷനായിട്ട് അവിടെ വീനസ് അൾസർ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയാണ് ലക്ഷണങ്ങൾ രോഗി പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് ഈ പുളി ചെയ്ത് കിടക്കുന്ന ബ്ലഡ് കളയുക. അപ്പോൾ അതിന് നമുക്ക് 2 മെത്തേഡ്സ് ഫോളോ ചെയ്യാം. ഒന്ന് സ്ഥിരാഭേദം എന്ന് പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യാം. 2 നമുക്ക് ഈ ജളൂക വെച്ചിട്ട് അട്ടയിട്ടിട്ടുള്ള, അപ്പോൾ ഈ അട്ടയിട്ടിട്ടുള്ള ചികിത്സ കൊണ്ട് കുറേ ബ്ലഡ് കളയുക എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം. അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതും അങ്ങോട്ടുള്ള മറ്റ് കാര്യങ്ങൾ, അതായത് ആ ഭാഗത്ത് നോർമൽ ഫിസിയോളജിക്കലി നടക്കേണ്ട കാര്യങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ അട്ടയിട്ടുള്ള ചികിത്സാ രീതിയുടെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം കൃത്യമായി വീനസ് റിട്ടേൺ റീഹാബിലിറ്റേഷൻ, അതായത് ഇദ്ദേഹം നിൽക്കേണ്ട ആളാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കാൽപാദം ചലിപ്പിച്ചും കിടന്ന് കാല് പൊക്കിയൊക്കെ ചെയ്യുന്ന വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, രണ്ടാമത് വീണ്ടും വരാതിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പോവുകയും ഉള്ളിൽ ഇപ്പോൾ വ്രണമുള്ള രോഗികളിൽ വ്രണം കരിയാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കുകയും ചെയ്താൽ ഒരു ഇൻ്റർനാഷണൽ ആവറേജ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു 3 മാസമൊക്കെയാണ് ഉണങ്ങാൻ എടുക്കുന്നതെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന ശീലിക്കേണ്ട കാര്യങ്ങൾ ശീലിച്ച് ഈ ഒരു ചികിത്സാ രീതി പിന്തുടർന്നാൽ ഒരു 8 ആഴ്ചയ്ക്കും 12 ആഴ്ചയ്ക്കും ഉള്ളിൽ, അതായത് 3 മാസത്തിന് മുമ്പ് തന്നെ ഉണങ്ങുന്നതും എപ്പോഴെപ്പോഴും രണ്ടാമത് വരുന്ന ഒരു അസുഖമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ പഠനങ്ങൾ, ഗവേഷണ പഠനങ്ങൾ, പബ്മെഡിലൊക്കെയുള്ള ഗവേഷണ പഠനങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ 100% രണ്ടാമത് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഭക്ഷണ രീതികളിലുള്ള വ്യത്യാസം കൊണ്ടൊക്കെ വേണമെങ്കിൽ ഇത് വീണ്ടും വരാം. പക്ഷേ എന്നാലും നോർമലി രണ്ടാമത് വരുന്ന സാധ്യതയെ നമുക്ക് ഈ പറയുന്ന ചികിത്സാ രീതി കൊണ്ട് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മുടെ ചികിത്സയുടെ പ്രത്യേകതയാണ്.